അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, ഇനി 4 ദിവസം മാത്രമേ ഉള്ളൂ അവർ കുവൈത്തിൽ നിന്നും തിരിച്ചു പോരുവാൻ വേണ്ടിയിട്ട്. എന്നാൽ കുവൈത്തിൽ നിന്നും തിരിച്ചു പോരുന്നതിന് മുമ്പായിട്ട് അതാ നമ്മുടെ റിസ്വാൻ വക്കീലും ഉമ്മയും ഉപ്പയും അവിടെ തൊട്ടടുത്തുള്ള ആ സ്ഥലത്തേക്ക് പോയി. അവൾ അവിടെയാകെ നടന്നു കാണുകയാണ്. എന്നാൽ തൻ്റെ മകൾക്ക് മനസ്സിനുള്ളിൽ ചെറിയൊരു വിഷമം ഉള്ളതായിട്ട് അദ്ദേഹം അറിയുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും എൻ്റെ പൊന്നുമോൾക്ക് നല്ലൊരു ജീവിതം തന്നെ ഇൻഷാ അല്ലാ സമ്മാനിക്കണം എന്നതായിരുന്നു ആ പിതാവ് വിചാരിച്ചിരുന്നത്. എന്നാൽ അതാ അവൾ ഒറ്റപ്പെട്ട് ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഉമ്മയും ഉപ്പയും അവളുടെ അരികിലെത്തി. മോളെ, ഉപ്പ, ഉമ്മ, എന്താ മോളെ ഇങ്ങനെ ടെൻഷനായിരിക്കുന്നത്? ഏയ്, ടെൻഷനോ ഒന്നുമില്ലപ്പാ. ആ പിന്നെ ഉപ്പ, കല്യാണമുണ്ട് ആശുസ്താദിൻ്റെ, അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കണം എന്തെങ്കിലും. മോളെ, ഗിഫ്റ്റ് കൊടുക്കാലോ. എൻ്റെ മോൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് ആ ഗിഫ്റ്റ് കൊടുക്കാൻ ഉപ്പ തയ്യാറാണ്. ഉപ്പ, അത് എന്താന്ന് എനിക്ക് അറിയുന്നില്ല എന്ത് കൊടുക്കണം എന്നുള്ളത്. പൊന്നു മോളെ, നിനക്ക് എന്താണ് നിൻ്റെ ഉസ്താദിന് കൊടുക്കാൻ ഏറ്റവും ഇഷ്ടം അത് കൊടുക്കുകയാണ് നല്ലത്. ഉപ്പ, എനിക്ക് അല്ലെങ്കിൽ ഉസ്താദിനും ഭാര്യക്കുമായിട്ട് എന്തെങ്കിലും എന്നെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടുപ്പാ. അതെ, ഞാൻ ഉണ്ടാകും. പിന്നെ സഫീറിനെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ, ഇൻഷാ അല്ലാ നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്തായാലും എൻ്റെ പൊന്നുമോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റും നമുക്ക് വാങ്ങാം കേട്ടോ. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സ്നേഹത്തോടെ ആ പിതാവ് അവളെ തലോടി. അതെ, ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ, എന്നെ എത്രമാത്രം സ്നേഹിക്കുന്ന ഉമ്മയും ഉപ്പയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി റബ്ബേ എത്ര പ്രാർത്ഥിച്ചാലും മതിയാവില്ല. എന്നെ സ്നേഹത്തോടെ ആണ് അവർ നോക്കുന്നത്. എൻ്റെ ഒരു കണ്ണുനീര് പോലും അവർക്ക് സഹിക്കാൻ കഴിയില്ല. മോളെ, എൻ്റെ മോൾ ഒന്നുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. മോൾ പ്രാർത്ഥിക്കാറുണ്ടോ പടച്ച റബ്ബിനോട്? അതെ ഉപ്പ, നല്ല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ആ മോളെ, പ്രാർത്ഥിച്ചോ. പടച്ച റബ്ബ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് കേട്ടോ. മോളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം പടച്ച റബ്ബ് സാക്ഷാത്കരിച്ച് തരട്ടെ. ആ മോളെ, നമുക്ക് ഇന്ന് ഷോപ്പിംഗ് ഇങ്ങനെ പോയാലോ? എടി, ഉമ്മയെ വിളിച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു. ആ ആയിക്കോട്ടെ, മോളെന്താ പറഞ്ഞത്? മോൾക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് അവർ ഷോപ്പിങ്ങിന് വേണ്ടി പോകുവാൻ ഒരുങ്ങുമ്പോൾ അവൾ പറഞ്ഞു, ഉപ്പ, ഈ മരുഭൂമിയും ഒക്കെ വിട്ടു പോകുമ്പോഴും ഒരു ചെറിയൊരു സങ്കടം ഉണ്ടല്ലേ? അതേ മോളെ, എന്താ മോൾക്ക് നാട്ടിലേക്ക് പോകാൻ ഇഷ്ടമല്ലേ? ഇതുവരെ നാട് വിട്ട് പോരുന്ന പരിപാടിയിലായിരുന്നല്ലോ. ഇപ്പം എന്താ നാട്ടിലേക്ക് പോകാൻ മോൾക്കൊരു മടി തോന്നുന്നത്? ഉപ്പ, അതൊന്നുമില്ല. നാട്ടിലേക്ക് പോകാന്ന് വെച്ചാൽ ഒന്നുമില്ലപ്പാ, എനിക്കൊരു മടിയില്ല. എന്നാൽ അതവർക്ക് മനസ്സിലായിരുന്നു. സഫീറുമായുള്ള ആ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ശേഷം അത് ശരിക്കും അവൾക്ക് നാട്ടിലേക്ക് പോകാൻ താല്പര്യക്കുറവുണ്ടായിരുന്നു. വല്ലാതെ അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. മറ്റേത് നാടെന്ന് വെച്ചാൽ അവൾക്ക് ജീവനായിരുന്നു. ഉപ്പ, അതിനിപ്പോൾ തന്നെ നമ്മൾ പോകണോ? മോളെ, 4 ദിവസമല്ലേ. അതിന് മുമ്പായിട്ട് ഉമ്മാക്കും ഉപ്പാക്കും നിൻ്റെ വല്യമ്മാക്കൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങണ്ടേ? ഞാൻ കുറച്ചായില്ലേ മോളെ വന്നിട്ട്. ഉപ്പ, അത് ശരിയാണ്. എൻ്റെ പൊന്നുപ്പ പറഞ്ഞത് വളരെയധികം ശരി തന്നെയാണ്. ഞാനത് എനിക്കറിയാം. മോളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ടല്ല. സാരല്ല, മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. മോളെ, ഞാൻ ചോദിക്കട്ടെ എൻ്റെ പൊന്നു മോളോട് ഒരു കാര്യം? എന്തുപ്പ? എൻ്റെ പൊന്നു മോൾക്ക് എന്താണ് ആഗ്രഹം? ഈ ദുനിയാവിൽ എൻ്റെ പൊന്നു മോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അത് ഉപ്പയോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ പൊന്നുമോൾക്ക് ചെയ്തു തരാമായിരുന്നു. അതെ, ഉപ്പയുടെ ഒരു ആഗ്രഹമാണത്. എൻ്റെ പൊന്നുമോളെ ഒന്ന് പറയൂ. ഉപ്പ, അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആഗ്രഹമൊന്നുമില്ലപ്പാ. അതെ, ഉമ്മാൻ്റെയും നിങ്ങളുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. അത് തന്നെയാണ് വലിയ ആഗ്രഹം. നിങ്ങളെ കൂടെ ജീവിക്കുക എന്നുള്ളത്. ഇത്ര സ്നേഹനിധിയായ ഉമ്മയും ഉപ്പയും എനിക്ക് പഠിച്ചോൻ തന്നല്ലോ. അതന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം എനിക്ക്. അല്ലാതെ എന്തുപ്പാ? എന്നാൽ തൻ്റെ പൊന്നുമോൾ ആവശ്യപ്പെടുന്നത് മറ്റെന്തോ ആയിരിക്കുമെന്നാണ് ഉപ്പ വിചാരിച്ചത്. എന്നാൽ ആ മകള് അങ്ങനെയാണ് ഉത്തരം നൽകിയത്. ഉപ്പ, മോളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതെ,
ശരിക്കും മാതാപിതാക്കളെ ഇത്രമാത്രം മോള് സ്നേഹിക്കുന്നുണ്ട് അല്ലേ? മാഷാ അല്ലാ. എന്നാലും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലൊരു ആഗ്രഹം ഇല്ലാതിരിക്കൂലല്ലോ. എൻ്റെ കുട്ടിയുടെ ആഗ്രഹം ഉപ്പാക്കൊന്ന് സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടായിരുന്നു. ഉപ്പ അവളുടെ ഉള്ളെടുക്കുകയായിരുന്നു. എന്നാൽ ആ നിമിഷവും ഉപ്പയുടെ മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് കരുതിയിട്ട് റിസ്വാന വക്കീൽ പറഞ്ഞത് ഇതായിരുന്നു: ഉപ്പ, എനിക്ക് എൻ്റെ ഉപ്പയും ഉമ്മയും എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഉപ്പാക്കും ഉമ്മക്കും എതിരായിട്ട് ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല ഉപ്പ. എനിക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും സന്തോഷം, അതാണ് എനിക്ക് വലുത്. എന്നാൽ അതുകൂടി കേട്ടപ്പോൾ ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുകൾ നിറഞ്ഞു. ആ ഉമ്മയും ഉപ്പയും പരസ്പരം മന്ത്രിച്ചു: നമ്മളെ പൊന്നു മോള് നമുക്ക് ഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തന്നതാണ്. ഇവളെ കണ്ടില്ലേ, എന്തൊരു സ്നേഹം ഉള്ള മക്കള്, എന്തൊരു സ്നേഹമുള്ള മോള്. എന്നാൽ അതാ അപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞു: അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് നിലനിർത്തി തരട്ടെ, ആമീൻ. എടി, നമ്മളെ മോളുള്ള കാലം ഞമ്മക്ക് സന്തോഷമാണ്. അതെ, അവൾ പടച്ച റബ്ബിനോട് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. റബ്ബിർഹമുമാ കമാ റബ്ബിയാനി സഗീറ. അള്ളാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ. അങ്ങനെ അവർ അവിടെ നിന്നും ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. വലിയൊരു മാളിലെത്തി. അതെ, വീട്ടിലേക്ക് ആവശ്യമുള്ളത്, കുടുംബങ്ങൾക്കുള്ളത് എല്ലാം എടുക്കണം. കാരണം ഉപ്പയൊക്കെ വന്നിട്ട് ഒരുപാട് ടൈമായിട്ടുണ്ട്. ഉപ്പയും അതുപോലെ ഉമ്മയും നാട്ടിലേക്ക് ചെന്നിട്ടും അതെ ഒരുപാട് ആളുകളെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ചെല്ലുമ്പോൾ സമ്മാനവുമായി ചെല്ലണം. അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾക്കും അയൽവാസികൾക്കുമായിട്ട് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളും വാങ്ങുവാൻ വേണ്ടിയിട്ട് അവരുദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ റിസ്വാന വക്കീൽ തന്നെയാണ് അതെല്ലാം സെലക്ട് ചെയ്ത് തുടങ്ങിയത്. അത് വെള്ളിമാക്കുള്ളതും വെള്ളിപ്പാക്കുള്ളതും കുടുംബങ്ങൾക്കുള്ളതും എളാമാക്കുള്ളതും അങ്ങനെ ഓരോന്നായിട്ട് എല്ലാം അവൾ സെലക്ട് ചെയ്ത് തുടങ്ങി. വളരെയധികം സന്തോഷത്തോടെ ഉമ്മയും ഉപ്പയും അത് നോക്കിയിരുന്നു. കാരണം തൻ്റെ പൊന്നുമോൾ മനസ്സിനുള്ളിലുള്ള വിഷമങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവൾ നല്ല രീതിയിൽ ഉമ്മയുടെയും ഉപ്പയുടെയും സന്തോഷത്തിന് വേണ്ടി ആക്റ്റീവാകുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അതെ, പിന്നുണ്ടല്ലോ, പാവല്ലേ മോള്, നീ ഒന്നും മിണ്ടാതിരിക്കേ, അതൊക്കെ ഞാൻ പറയാം. എന്താ അങ്ങ് എന്ത് നിന്ന്? അല്ല, ആഷി ഉസ്താദിൻ്റെ കല്യാണത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ മോള് എന്തിനാണിപ്പോൾ? അവൾ പറഞ്ഞേക്കണ്ട കേട്ടോ. നോക്കട്ടെ, നിങ്ങൾ പാവാണ്. കാരണം അവർ എന്തൊക്കെയോ ആഗ്രഹിച്ചതായിരുന്നു. പിന്നെ സഫീറിനെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതും പ്രശ്നമായിരിക്കും. സഫീർ എന്നാലും വല്ലാത്ത സാധനം തന്നെ കേട്ടോ. അവന് മറ്റൊരു പെണ്ണിനെ കാണാൻ പോയല്ലോ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ശരിക്ക് ഒരിക്കലുമില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ പറഞ്ഞില്ലേ, നല്ല ദീനിയായ ചെക്കനാണ്, നല്ല സാമ്പത്തികമുണ്ട്, ദീനീബോധമുണ്ട്, കാണാൻ സുന്ദരനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു അവന് നല്ല നമ്മളെ മോളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഒക്കെ റെഡിയായി എനിക്ക് കല്യാണത്തിനൊക്കെ സെറ്റായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയി. എടി പെണ്ണേ, നീ ഇങ്ങനെ അവളുടെ മുമ്പിൽ ഇത് പറയണ്ട. കാരണം അവളുടെ അവസ്ഥ ഇപ്പോൾ മാനസികമായി വളരെയധികം തളർന്നിരിക്കുകയാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് റെഡിയാവും, നീ നോക്കിക്കോ. എന്നാൽ അദ്ദേഹം അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയായിരുന്നു. പാവം റിസ്വാന വക്കീൽ അവളുടേതായ ജോലികളിൽ ഏർപ്പെട്ടു. മോളെ, എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ ഓക്കെ ആയോ? ഉപ്പ, അതിന് 3 പേർക്കായാലും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ, പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം, 3 പീസ് ആക്കണം കേട്ടോ. ഒരു ഹാൻഡ് ബാഗ് 3 പേർക്കും കൈകളിലുണ്ടെങ്കിൽ പിന്നെ 3 പീസ് പെട്ടി മാത്രമേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഒരു ഐഡിയ ഉണ്ട്, മോള് കുറച്ച് പർച്ചേസ് ചെയ്തോ. നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുള്ള സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും പാൽപ്പൊടി ടാങ്ക് അതുപോലുള്ള ഐറ്റംസൊക്കെ മോള് വാങ്ങിക്കോ. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കതങ്ങ് കൊറിയർ വിടാം. അങ്ങനെ പ്രശ്നമില്ല. നമ്മൾ കൂടെ പോകുമ്പോൾ നമ്മുടെ കൂടെ ഓരോ പീസ് പെട്ടിയും അതിൽ 30 കിലോയിലേ കൂടാൻ പാടില്ല. കയ്യിൽ ഒരു 7 കിലോൻ്റെ ലഗേജും അങ്ങനെയാണ്. ഇനി മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അറിയില്ല. അങ്ങനെയല്ലേ മോള് എടുത്തോ, നമുക്ക് കൊറിയറായിട്ട് ഇങ്ങനെ പാർസലായിട്ട് അങ്ങനെ വിടാം. അതായിരിക്കും നല്ലത്. ഓ, സമാധാനമായി വാപ്പ. അല്ലെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും കാരണം? എന്തായാലും നമ്മളൊക്കെ വരുമ്പോഴേ നമ്മുടെ കുടുംബക്കാർക്കൊക്കെ എന്തെങ്കിലും സന്തോഷത്തിന് കൊടുക്കുന്നത് നല്ലതാണ് മോളെ. അത് എപ്പോഴും നല്ലതാണ്. നമ്മളെ കുടുംബങ്ങൾക്കൊക്കെ എപ്പോഴും നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ ആയാൽ നമ്മോട് അവർക്കൊരു ഇഷ്ടം ഉണ്ടാകും അല്ലേ?
ഉപ്പ ആയിക്കോട്ടെ. എന്നാൽ അതാ കുടുംബത്തിലെ പലർക്കും വേണ്ടിയിട്ട് അവൾ പറഞ്ഞു, അതെ നമുക്ക് കുറച്ച് ഫോണുകളൊക്കെ ഒന്ന് വാങ്ങായിരുന്നു. അതല്ലേ ഇപ്പോൾ പഴയ പോലെ കളിക്കോപ്പും കാര്യങ്ങളും ടോർച്ചും റേഡിയോയും ഒന്നല്ലല്ലോ ആർക്കും വേണ്ടത്. എല്ലാവർക്കും വേണ്ടത് നല്ല ഫോണുകൾ തന്നെയാണ്, സ്മാർട്ട് ഫോണ്. ആ മോളെ, എന്നാൽ ഫോൺ എടുത്തോ, ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഉള്ളത് എങ്ങനെയാ വെച്ചാൽ എടുത്തോ മോള്. ആ പിന്നെ ഉപ്പ, ആഷി ഉസ്താദിന് എന്ത് സമ്മാനം ഞാൻ കൊടുക്കുക? എൻ്റെ പൊന്നു മോളെ, ആഷി ഉസ്താദിന് മാത്രമല്ല ഹാദിയക്കും വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ഒക്കെ എടുത്തോ, വിലപിടിപ്പുള്ളത്, അതിലൊട്ടും കുറവ് വരുത്തണ്ട. എന്നാൽ ആഷി ഉസ്താദിന് വേണ്ടി അവൾ ഒരു മനോഹരമായ വാച്ചായിരുന്നു എടുത്തത്. അതും നല്ല കമ്പനിയുടെ നല്ല വാച്ച്. ഉപ്പ, ഇതെങ്ങനെയുണ്ട് പൊന്നു മോളെ? നീ സെലക്ഷനിൽ ഉഷാറാണല്ലോ, അടിപൊളിയാണ്, മാഷാ അല്ലാ. പിന്നീട് അവൾ എടുക്കുവാൻ പോയത് അത് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനുള്ള അത്തറായിരുന്നു. മോളെ, ഏതത്ര വേണ്ടത്? ഇവിടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടല്ലോ. ബാപ്പ, ഏറ്റവും നല്ലൊരു അത്തറ്. അവർ അത് കടക്കാരോട് പറഞ്ഞ് നല്ല അടിപൊളി അത്തറ് അതാ സെലക്ട് ചെയ്യുകയാണ്. എന്നാൽ അതിനിടയിൽ ഉപ്പ ഒരു കാര്യം പറഞ്ഞു, അല്ല മോളെ, ആഷി ഉസ്താദിന് വേണ്ടതെല്ലാം നീ സെലക്ട് ചെയ്തു, അല്ല സഫീറിനൊന്നും വേണ്ടേ? ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിതുമ്പിപ്പോയി. ഉപ്പ, വേണ്ട, ഇനി ഒരിക്കലും ആ ബന്ധം തുടരണ്ട. ഇനിയൊരു പക്ഷേ ആ ബന്ധം തുടർന്നാൽ അത് ഹറാമായിരിക്കും. ഉപ്പ, വേണ്ട. മോളെ, എന്തെങ്കിലും ഒന്ന് എടുത്തോ. വേണ്ടുപ്പ, ഒന്നും വേണ്ട. ഞാനായിട്ടൊന്നും ഇനി കൊടുക്കൂല. മോളെ, മോളെടുത്തോ, ഉപ്പ കൊടുത്തോളാം. നീ കൊടുക്കാൻ റെഡിയല്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം. പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരിക്കണം അത്. എന്ത് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിലായി അവൾ. അതെ, ഉപ്പ കൊടുത്തോട്ടെ, ഒരിക്കലും ഞാനല്ല. പക്ഷെ സ്വപ്നങ്ങളുണ്ടായിരുന്നു, എൻ്റെ സഫീറിന് അത് കൊടുക്കണം, ഇത് കൊടുക്കണം, ഒരുമിച്ച് ഞങ്ങൾ കഴിയുമ്പോൾ, അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗിഫ്റ്റുകൾ കൊടുക്കാനൊന്നും ഭാഗ്യമുണ്ടായില്ല. സാരില്ല, ആയിക്കോട്ടെ, നല്ല ജീവിതം ഉണ്ടാകട്ടെ. പടച്ചറബ് നല്ല ജീവിതം അവർക്ക് കൊടുക്കട്ടെ. എന്നാൽ അതിനിടയിൽ എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അവൾ അതാ നോക്കുന്നുണ്ട്. ഉപ്പ പറഞ്ഞു, മോളെ വിഷമിക്കണം, മോൾക്ക് എന്താണ് സഫീറിന് കൊടുക്കാൻ ആഗ്രഹമുള്ളത് അതെടുത്തോ. ഉപ്പ, എനിക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ള ഗിഫ്റ്റ് അത് വിലമതിക്കാത്ത ആണ്. അത് ഉപ്പ ഒരിക്കലും. മോളെ, തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. മോള് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങാം, എന്നിട്ട് നമുക്ക് പോകാം. അവളുടെ ദുഃഖങ്ങളെല്ലാം മനസ്സിൽ കടിച്ചമർത്തി. അതെ, അവളുടെ മനോഹരമായ ആ പുഞ്ചിരി ഉപ്പയുടെ മുഖത്തേക്ക്. ഉപ്പ സെലക്ട് ചെയ്തു കേട്ടോ, ഇത് ഉപ്പ കൊടുക്കണം കേട്ടോ. മോളെ, ഇൻഷാ അല്ലാ, അതെ കൊടുക്കാം, അത് ഞാൻ കൊടുക്കാം. എന്തായാലും ആഷി ഉസ്താദിൻ്റെ കല്യാണത്തിന് അവരെത്തുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാ. ആ മോളെ, സഫീറിന് നല്ലൊരു ഡ്രസ്സ് കൂടെ സെലക്ട് ചെയ്തോ, അതായിരിക്കും നല്ലത്. ഉപ്പ, അത് അതേ മോളെ, മോൾക്ക് എന്താണ് അവൻ ഇടുന്നത്, എന്ത് ഡ്രസ്സ് ധരിക്കുന്നതാണ് ഇഷ്ടം, അത് മോള് സെലക്ട് ചെയ്തോ. ഉപ്പ, നമ്മൾ കൊടുത്താൽ വാങ്ങുമോ? എന്തായാലും വേണ്ട, നമുക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ലൊരു ഗിഫ്റ്റെങ്കിലും നമുക്ക് കൊടുക്കാമല്ലോ, അത് തന്നെയല്ലേ ഏറ്റവും നല്ലത്. എന്നാൽ അവൾ കണ്ണീരോടെ അതാ ജെൻസിൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് പറയുന്നു, അതെ, പിന്നെ ജെൻസിനുള്ള നല്ല അടിപൊളി ഡ്രസ്സ്. എന്താ, വിവാഹത്തിന് വേണ്ടിയുള്ളതാണോ? അത് ഗ്രൂമിന് വേണ്ടിയിട്ടുള്ള സെറ്റാക്കി തരണോ? ഒരു നിമിഷം അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അതെ, വിവാഹത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴേ റബ്ബേ, അല്ല, അതൊരിക്കലുമല്ല, അത് പിന്നീടായിരിക്കും. സാരമില്ല, എങ്കിലും ഞാൻ കൊടുക്കുന്ന വിവാഹ ഡ്രസ്സ് ഇട്ടാൽ അതിട്ടിട്ട് സഫീർ പുതിയാപ്പിള ഇറങ്ങിക്കോട്ടെ, ഇഷ്ടമാണെങ്കിൽ മാത്രം. എന്നാൽ പെട്ടെന്ന് അവൾ പറഞ്ഞു, അതെ മോളെ, നീ എന്താ കല്യാണ ഡ്രസ്സാണോ നോക്കുന്നത്? ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. അതെ ഉമ്മ, സഫീറിൻ്റെ കല്യാണത്തിനുണ്ടാകുന്ന ഡ്രസ്സ്. എൻ്റെ പൊന്നു മോളെ, അതിനെക്കുറിച്ച് നീ ചിന്തിക്കണ്ട, അവന് വേറെ വിവാഹം കഴിച്ച് പോയിക്കോട്ടെ, അതിൻ്റെ കല്യാണ ഡ്രസ്സൊന്നും വേണ്ട, സാധാരണ നോർമൽ ഡ്രസ്സ് എടുത്താൽ മതി.
ഉമ്മ അല്പം ദേഷ്യപ്പെട്ടിട്ടാണ് പറഞ്ഞത്. ഉമ്മ. എന്നാൽ ഉപ്പ അപ്പോഴേക്കും അങ്ങോട്ടെത്തി. എടി തടയണ്ട, അവൾ എടുക്കട്ടെ, അവൾക്ക് ഇഷ്ടപ്പെട്ട അതെ മണവാളൻ ചമയാനുള്ള ഡ്രസ്സ് അവൾ എടുക്കട്ടെ. അതണിഞ്ഞുകൊണ്ട് അവൻ പുതിയാപ്പിള പോകുമ്പോൾ അവളുടെ മനസ്സ് സന്തോഷിക്കട്ടെ ട്ടോ. നീ അത് തടയണ്ട. അതെ സഫീറിന് വേണ്ടിയുള്ള അതിമനോഹരമായ ഒരു കുർത്ത സെറ്റ് എടുക്കുന്നു. അതെ അതിമനോഹരമായൊരു തലപ്പാവും, ശരിക്കും രാജകീയമായ. എന്നാൽ അവർ പറഞ്ഞു, മാഡം ഇതല്പം റേറ്റ് കൂടിയതാണ് കേട്ടോ, ഇത് VVIPകളൊക്കെ എടുക്കുന്നതാണ്. പൊതുവെ ഇവിടെ അറബിക് വിവാഹങ്ങൾക്ക് വരെ ഈ ടൈപ്സിലുള്ളതാണ് കൊണ്ടുപോകാറുള്ളത്. ഇത് അല്പം റേറ്റ് കൂടിയതാണ്, ഇത്ര എടുക്കണോ നിങ്ങൾക്ക്? ഒരു നിമിഷം അതാ റിസ്വാന വക്കീലിൻ്റെ ഉപ്പ വന്ന് പറഞ്ഞു, മോനെ റേറ്റ് മോന് നോക്കണ്ട, അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണ് അത് കൊടുത്തേക്കും, റേറ്റിൻ്റെ കാര്യം നോ പ്രോബ്ലം. ശരിക്കും ആ പിതാവ് അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇത് ഈ ഒരു ഡ്രസ്സ് തന്നെയാണ്, അവൾ തന്നെയാണ് ഇത് സെലക്ട് ചെയ്തത്. എത്രയോ ഡ്രസ്സുകൾ നിരനിരയായി നിൽക്കുകയാണ്, പക്ഷേ ഉള്ളിൽ നിന്നും അവൾ സ്പെഷ്യലായിട്ട് കണ്ടുപിടിച്ച ആ ഒരു ഡ്രസ്സ് തന്നെയാണ് ഏറ്റവും നല്ലത്. വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കും, ആര് തന്നെ ഇതിട്ടാലും മാഷാല്ല വളരെ മൊഞ്ചനായി തീരും. ആ മോനെ ആള് മൊഞ്ചനൊക്കെ തന്നെയാണ്, അപ്പോൾ ഇതിട്ട ഒന്നുകൂടെ ലംഘും എന്നർത്ഥം അല്ലേ? ശരിക്കും ആ പിതാവും ആഗ്രഹിച്ചു പോയി അതേ തൻ്റെ മരുമകനായി വരാൻ നിൽക്കുന്ന ആ സഫീറിനെ കുറിച്ച്. എന്നാൽ തൻ്റെ മകള് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ ഇത് സഫീറിന് നന്നായി ചേരില്ലേ? എൻ്റെ പൊന്നു മോളെ, മോൾ എന്താണ് സഫീറിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം മോൾ എടുത്തോളൂ കേട്ടോ. മോളുടെ ഒരു ഗിഫ്റ്റായിട്ട് ഇൻഷാ അല്ലാ നമുക്ക് കൊടുക്കണം. എന്നിട്ട് നമുക്ക് സഫീറിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കണം. എന്താ പറ്റൂലേ? ഒരു നിമിഷം അവളുടെ ഹൃദയം പൊട്ടിപ്പോയി. ഉപ്പ അത് വേണ്ടുപ്പ. എന്താ മോളെ, എൻ്റെ മോള് പങ്കെടുക്കണം, എൻ്റെ മോള് പങ്കെടുത്തേ തീരൂ സഫീറിൻ്റെ വിവാഹത്തിന്. അതായത് സഫീറിൻ്റെ വിവാഹം നടക്കുമ്പോൾ അതെ എൻ്റെ പൊന്നുമോളെ കാണുമ്പോൾ സന്തോഷമായിരിക്കും അവൻക്ക്, അതുകൊണ്ട് പങ്കെടുക്കണം. ഒരിക്കൽ പോലും നമ്മൾ നിരാശരായി പിന്മാറരുത്. നമ്മൾ അവർക്ക് പ്രചോദനം നൽകി നല്ല മംഗളാശംസകൾ നേരണ്ടേ എൻ്റെ പെണ്ണെ. അതെ നല്ലതായിട്ട് വരൂ, നല്ലതായിട്ട് ജീവിക്കൂ എന്ന് നമ്മൾക്കൊരു ആശംസ പറയുന്നത് എപ്പോഴും നല്ലതല്ലേ? എന്തിനാ എൻ്റെ പൊന്നുമോള് അതിലിത്ര വിഷമിക്കുന്നത്? ബാപ്പ ആ എൻ്റെ മോളെ ഇൻഷാ അല്ലാ എടുത്തോ. എന്നാൽ ഇതാ ഈ ഡ്രസ്സ് ഓക്കെ അല്ലേ മോളെ? നോക്കട്ടെ ഉപ്പാക്ക് വെച്ച് നോക്കട്ടെ. എനിക്ക് വെച്ചറിഞ്ഞ സൗന്ദര്യം അറിയില്ല. ആ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കും. മോളുടെ ഫോണിലുണ്ടോ? ആ അത് ഞാൻ ഡിലീറ്റ് ചെയ്തോ നോക്കട്ടെ. ആ കിട്ടിയിട്ടുണ്ട്. ഈ ഫോട്ടോക്ക് ഇദ്ദേഹത്തിന് പറ്റിയ ഒരു ഡ്രസ്സാണ് വേണ്ടത്. ഇത് ഓ തീർച്ചയായും വളരെയധികം മേശവും എന്ന് മാത്രമല്ല ആളൊരു കരുത്തനായ യുവാവായതുകൊണ്ട് തന്നെ നല്ല നല്ല ബോഡി സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ മൂപ്പര് സെറ്റാകും കേട്ടോ. മൂപ്പർക്ക് സെറ്റായിരിക്കും. അല്ല മോളുടെ കല്യാണമാണോ? അതിന് ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്? ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ അവളൊന്ന് പകച്ചു. അവൾ ദയനീയമായി പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ഉപ്പ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ടച്ചിട്ട് പറഞ്ഞു, ആ അതെ മകൾക്ക് വേണ്ടി തന്നെയാണ്, മകളാണ് സെലക്ട് ചെയ്യുന്നത്, മകളുടെ പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് തന്നെയാണിത്. എന്നാൽ അവളൊരു നിമിഷം ഓർത്തുപോയി, റബ്ബേ ഈ വസ്ത്രമണിഞ്ഞ് സഫീർ പോകുന്ന ആ രംഗം. ആയിക്കോട്ടെ സാരല്ല, പോയിക്കോട്ടെ, നല്ല രീതിയിൽ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവൾ ആ ഒരു ഡ്രസ്സ് കൈകളിൽ വാങ്ങിയപ്പോൾ അവളുടെ ഒരു കണ്ണീർ തുള്ളി അതിലേക്ക് ഉറ്റി വീണു. എന്നാൽ ഇത് പാക്ക് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അതാ സഫീറിന് ആവശ്യമായതെല്ലാം അവൾ വാങ്ങി അതെല്ലാം പാക്ക് ചെയ്തു. അവർ പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തി അതാ ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ് നിറമിഴികളോടെ നമ്മുടെ റിസ്വാന വക്കീൽ. അതെ ഇനി വീട്ടിലേക്ക് പോകാൻ വെറും 2 ദിവസം മാത്രമാണ് കുവൈറ്റിൽ ബാക്കിയുള്ളത്. 3-ാം ദിവസം അതാ ഇവിടെ നിന്ന് പറക്കും. അവർ നേരെ അതാ ഫുഡ് കഴിക്കുവാൻ വേണ്ടി പോകുന്നു. ഫുഡെല്ലാം കഴിക്കുമ്പോഴും അവൾക്ക് വല്ലാതെ കഴിക്കാൻ കഴിയുന്നില്ല. മോളെ കഴിക്കും മോളെ എന്തെങ്കിലും, നീ തീരെ കഴിക്കുന്നില്ലപ്പോൾ. ഉപ്പ എനിക്ക് വയറ് നിറഞ്ഞ പോലെ. എൻ്റെ പൊന്നു മോളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, മോള് കഴിക്ക്. അങ്ങനെ അത് സ്നേഹത്തോടെ ആ ഉപ്പ മകൾക്ക് വായിലേക്ക് വെച്ച് കൊടുക്കുന്നു, വാരി കൊടുക്കുന്നു. നിറമിഴികളോടെ അവളത് കഴിക്കുന്നു.
അതെ, ഉപ്പാൻ്റെ കുട്ടി എന്നും ഉപ്പാൻ്റെ കുട്ടീനല്ലേ. ചെറുപ്പം മുതലേ ഉമ്മ വാരി കൊടുത്ത ഈ തിന്നൂല, ഞാൻ വാരി തിന്നാൽ ഈ തിന്നുള്ളൂ ഉപ്പാൻ്റെ കുട്ടി. എന്നാൽ അന്നും ഉപ്പ തന്നെ അവൾക്ക് വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. കൊച്ചുകുട്ടിയെപ്പോലെ അവൾ വിതുമ്പിക്കരഞ്ഞു, ഉപ്പ. മോളെ കരയരുത്, എൻ്റെ പൊന്നുമോൾ കരയാൻ പാടില്ല കേട്ടോ. എൻ്റെ പൊന്നുമോൾക്ക് സന്തോഷം വരും നിൻ്റെ ജീവിതത്തിൽ, നീ നോക്കിക്കോ. അതെ, വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ എൻ്റെ കുട്ടിക്ക് കടന്നു വരും. അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് ഉപ്പയുടെ അരികെ നിന്നുകൊണ്ട്, ഉപ്പ, എൻ്റെ ഉപ്പ തന്നെയാണ് എൻ്റെ സന്തോഷം, എൻ്റെ ജീവിതത്തിലെ സന്തോഷം. മൈ ഡാഡ്, മൈ ഹീറോ. എൻ്റെ ഉപ്പ എന്നും വേണം എൻ്റെ കൂടെ. അതെ, അവൾ പൊട്ടിക്കരഞ്ഞ് ഉപ്പയുടെ നെഞ്ചിലേക്ക് വീണു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.